ഇതാണോ ഹാക്കർ? എടാളിയാ ഇതാണോ ഹാക്കർ? ബംഗാളിയോ? ബംഗാളി 1 2 3 4. നീയോ മലയാളി ആണെന്നല്ലടാ പറഞ്ഞത്? ഇവ മലയാളിയാണടാ. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടതല്ലേ. എടാ മോനെ ഒന്ന് മൈക്ക് ഓൺ ആക്കിയടാ. എടാളിയാ ഈ അക്കൗണ്ട് 1 years old ആടാ കാണിക്കുന്നേ. ഇത് ഹാക്കർ ഒന്നും അല്ല. ഹാക്കർ ആണെങ്കിൽ ഇവന്റെ അക്കൗണ്ട് ഇപ്പൊ ബാൻ ആവേണ്ട സമയമായടാ. ഹലോ ചേട്ടന്മാരെ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ആടാ കേൾക്കാം. ഓക്കെ ഏട്ടാ. എറേട്ടനെ കൊറേ ആയല്ലോ കണ്ടിട്ട്. എവിടെ ഏട്ടാ? ഇപ്പൊ കാണാറേ ഇല്ലല്ലോ. ഇതാരേട്ടാ? ചേട്ടന്റെ ഫ്രണ്ട് ആണോ? ABC റഫർ? ആടളിയാ ഇവൻ എന്റെ ഫ്രണ്ട് ആടാ. നീ കാണാൻ വഴിയില്ല. ഓ അങ്ങനെയാണോ? എടാളിയാ ഇതേത് അംഗൻവാടി ചെക്കനാടാ. ഇവനാണോ ഹാക്കർ? അതെന്താ എന്നെയാണോ പറഞ്ഞത്? എടാ കൊച്ചേർക്ക, നിനക്ക് ഹാക്കറിന്റെ സ്പെല്ലിംഗ് എങ്കിലും അറിയോടാ അറ്റ്ലീസ്റ്റ്? എടാളിയാ ഇത് ഹാക്കർ ഒന്നല്ലടാ. ഇന്നിന്നെ ആരോ പറ്റിച്ചതാ. ഇവ ഹാക്കർ ഒന്നല്ല. ഹാക്കർ ആണെങ്കിൽ ഇവന്റെ ഈ അക്കൗണ്ട് ഇത്ര നാളെ നിലനിൽക്കില്ലടാ. ഇതൊക്കെ ബാൻ ആവേണ്ട സമയം എന്നേ കഴിഞ്ഞു. മാത്രല്ല ഇത്തിരി കുഞ്ഞു ചെക്കൻ എങ്ങനെടാ ഹാക്കിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്നത്? ചേട്ടൻ ഞാൻ വല്ലതും പറഞ്ഞോ? ചേട്ടൻ എന്തിനാ എന്നെ അംഗൻവാടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നേ? ഞാനിപ്പോ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലോട്ടായി. അപ്പഴാ എന്നെ അംഗൻവാടി എന്ന് വിളിക്കുന്നേ. ചേട്ടാ എന്നെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ, എനിക്ക് ഇഷ്ടാവുന്നില്ല. ചേട്ടാളിയാ നിങ്ങൾ എന്തിനാണ് ഈ അടിയാവുന്നേ? ഞാൻ ഇവന് ടീമിൽ കളിക്കാൻ വേണ്ടി കൂട്ടിയതല്ലേ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? ഏടാളിയാ നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് കുറച്ച് വലിയ ആളായിരിക്കുന്ന. ഇതേതോ കുഞ്ഞു ചെറുക്കനാടാ അംഗൻവാടി. ഈ ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനൊക്കെ പറയുന്നേ? ആ ചേട്ടന് ഞാൻ എന്തേലും പറഞ്ഞോ? എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എടാ നീ അത് ഇട്ടാടാ. എടാ ഞാൻ നിന്നെ ടീമിൽ കളിക്കാൻ വേണ്ടി കൂട്ടിയതാടാ. എടാ നമ്മുടെ ടീമിൽ റാങ്ക് പുഷ് ചെയ്യാൻ ആരും ഇല്ലടാ. നീ ഇപ്പൊ ഹാക്കൊക്കെ യൂസ് ചെയ്യുന്നല്ലേ, അങ്ങനെ ഞാൻ എന്നെ വിളിച്ചതാ. നീ അതൊക്കെ വിട്, അത് കാര്യാക്കണ്ട. ആ ചേട്ടാ റാങ്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ വന്ന് കളിച്ച് ജയിപ്പിച്ചു തരാട്ടാ. പക്ഷെ ഈ ചേട്ടനോട് മൈക്ക് ഓഫ് ആക്കാൻ പറയണം ചേട്ടാ, അല്ലാതെ ഞാൻ വരത്തില്ല. ഓ പിന്നെ ഇവൻ ആരടാ? റൈസ്റ്റാറാ? കളിയൊക്കെ വന്ന് ജയിപ്പിച്ചു തരാൻ വേണ്ടിട്ട്. എടാ കൊച്ചു ഇറക്കാം, നീ ഹാക്കർ അല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ഇവിടെ നിന്ന് മറ്റുള്ളവരെ പറ്റിക്കുന്നവരെ നമ്മളെ പറ്റിക്കാൻ നോക്കിയാ വലിച്ച് ഞാൻ കീറി കളയും. ഞാൻ ഹാക്കർ അല്ലാന്നാണോ ചേട്ടൻ പറയുന്നേ? എന്നാ പിന്നെ ചേട്ടാ എന്റെ കൂടെ റൂം വെച്ച് വാ, അത് കളിച്ച് ഞാൻ ചേട്ടന് മനസ്സിലാവല്ലോ. എന്താ പോരുന്നോ? എന്നാ പിന്നെ വാടാ കൊച്ചിനുവേ, നമുക്ക് കളിക്കാം. അവന്റെ ഒരു ഹാക്ക് നീ ശരിക്കും പ്രോ പ്ലെയറെ കണ്ടിട്ടില്ലടാ, അതുകൊണ്ടാ നീ ഡയലോഗ് അടിക്കുന്നേ. എന്തായാലും നീ റൂം റിയേറ്റേക്ക്, ബാക്കിയുള്ള ഞാൻ നിനക്ക് തരാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഞാനിപ്പോ റൂം റിയേറ്റ് ചെയ്യട്ടെ. ചേടാളിയാ അവൻ ശരിക്കും ഹാക്കറാണ് കേട്ടോ, എനിക്കറിയാം. വേണമെങ്കിൽ വിശ്വസിക്ക്, വെറുതെ പോയി തല പൊളിച്ചിട്ട് വരണ്ട. അത് കാണാം. എന്തായാലും ഈ നൂപന്റെ നാടകം ഇവിടെ പൊളിക്കാൻ പോവാ ഞാൻ. എടേറേ ബാക്കിയുള്ളതൊക്കെ നീ കണ്ടു തന്നെ അറിഞ്ഞോ? ആടളിയാ ശരി, പറഞ്ഞാ കേൾക്കാത്തവൻ കൊണ്ട് തന്നെ അറിയട്ടെ. കഷ്ടപ്പാടില്ലാത്ത ആരാണ് ഇവിടെ? എല്ലാവർക്കും അവരുടേതായ കഥകളുമുണ്ട്. ഹിപ് ഹോപ്പ് ബ്രദർഹുഡാണ് ബ്രോ, വൺ മാൻ ഷോ അല്ല. ഞാൻ സാധാരണ റാപ്പർ, മല്ലുവല്ല മലയാളി റാപ്പർ. അവസരം ചോദിക്കില്ല എസ്റ്റീമുള്ള റാപ്പർ, ഒരു തന്നെ പേടിയില്ല നട്ടലുള്ള റാപ്പർ. I drive alone, I need no chauffeur, I vibe along with my brothers. നിന്റെ വൈബ് വേറെ, എന്റെ ട്രൈബ് വേറെ, നിന്റെ ലെവല് വേറെ, നമ്മ ലീഗ് വേറെ. ഞാൻ പഠിച്ചതൊരുമ, നിന്റെ മാഷു വേറെ, നമ്മ കളിച്ച തെരുവിൽ നിന്റെ നിയമം വേറെ. നിന്റെ ഫാൻസ് തന്നു എനിക്ക് വെറുപ്പ് ഏറെ, ഇന്ന് അവരിൽ ഒരു വണ്ടിട്ട് പാട്ട് ഷെയർ. What a paradox, take in the Cavalon, big shot, TikTok. நான் வீழ்வேன் என்று நினைத்தாயோ? കൊച്ചു താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. End of flashback. A few moments later. എന്താ ഇപ്പൊന്നും പറയാനില്ലേ? എന്താ എന്തേലും പറയാനോ? ഏടാളിയാ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ ഒറിജിനൽ ഹാക്കർ ആണെന്ന്, അപ്പൊ നീ വിശ്വസിച്ചില്ലല്ലോ. പിന്നെ എടാളിയാ അത് ഹാക്കൊന്നും അല്ലടാ, അത് ചട്ടിക്ക് കൊണ്ടതെങ്ങാനാ. ഹാക്കൊന്നും ഇങ്ങനെയല്ലടാ. ഹാക്കൊക്കെ ശരിക്കും നമ്മള് ഇറങ്ങുന്നതിന് മുന്നേ ചാവൂടാ. ഇത് ചട്ടിക്ക് കൊണ്ടതാ, കണ്ടാ മനസ്സിലാവും. ഞാൻ 8 കൊല്ലം ഈ ഗെയിം കളിക്കുന്നത്. ഹാക്കും ചട്ടിയിലക്കും കണ്ട് ഞാൻ എനിക്ക് തിരിച്ചറിയടാ. എന്നാ പിന്നെ വാ ചേട്ടാ, ഒരു റൂം കൂടെ കളിക്കാം. ഞാനാണ് പിന്നെ ചേട്ടനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വെച്ചിട്ടാ അങ്ങനെ മെല്ലെ കൊന്നത്, അല്ലാതെ ചേട്ടനെ ഇറങ്ങുന്നതിന് മുന്നേ ചേട്ടനെ കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലേ ചേട്ടാ. ഏടാളിയാ എന്നാ പിന്നെ നിങ്ങൾ ഒരു റൂം കൂടെ കളിക്കുന്നോടാ, എന്നാ ഇതോടെ പ്രശ്നം തീരുമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് സമാധാനത്തിന് റാങ്ക് പുഷും തുടങ്ങാം. ആ ചേട്ടാ അത് തന്നെ. എന്നാ പിന്നെ ചേട്ടാ വാ, ഞാനിപ്പോ റൂം റിയേറ്റ് ആക്കാം. അതൊന്നും വേണ്ട,
ഇപ്പൊ എനിക്ക് റൂം കളിക്കാൻ ഒരു മൂഡില്ല. ആ ഓക്കെ, നീ ചെറിയ എന്തോ ഹാക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലാതെ വലിയ ഹാക്കൊന്നും അല്ല. എന്നിട്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ലല്ലോ. എടാ അളിയാ, ആ ചെറിയ ചെക്കനല്ലേ? ചെറിയ ചെക്കനോടാണോടാ നിന്റെ ഈ വാശിയൊക്കെ? കഷ്ടം തന്നെ നിന്റെ കാര്യം. ഓ പിന്നെ എനിക്ക് വാശിയൊന്നുമില്ല. 8 കൊല്ലമായി ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. അപ്പോഴാണ് എടാ അളിയാ നമുക്കിന്ന് റാങ്ക് പുഷ് തുടങ്ങിയാലോ? ആളിയാ, എന്നാ പിന്നെ റാങ്ക് പുഷ് തുടങ്ങാം. നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആ ചേട്ടാ, എനിക്ക് ഓക്കെയാണ്. എനിക്ക് റഫറായിട്ടിനോട് ഒരു പ്രശ്നവുമില്ല. ആടളിയാ എനിക്കും പ്രശ്നമൊന്നുമില്ല. ബംഗാളി കുഴപ്പമൊന്നുമില്ല, എന്റെ അനിയനെ പോലെയാ. ഞാൻ പിന്നെ തമാശക്ക് പറഞ്ഞത് ഇതൊക്കെ. റഫറായിട്ടിനും എനിക്ക് ചേട്ടനെ പോലെയാ. ഞാൻ തമാശക്ക് പറഞ്ഞതാ. അടിപൊളി, അപ്പൊ എല്ലാം സെറ്റ്. എടാ എന്നാ പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് ഓഫ് ആക്കി സ്റ്റാർട്ട് കൊടുക്കട്ടെ? ഓക്കെ അല്ലേ? ചേട്ടാ നിക്ക്, ഞാനൊന്ന് കോസ്റ്റ്യൂം മാറ്റട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തോ. ഓക്കെടാ ബ്രോ, എന്നാ പിന്നെ പെട്ടെന്ന് മാറ്റി. 2 minutes later. എടാ ഒന്ന് പെട്ടെന്നോടാ. ഞാനിപ്പോ നീ ചത്തോ? എടാ നിക്ക് ഞാനിപ്പോ റിവൈവ് അടിക്കാം. അയ്യോ എടാ ഗ്രാനേഡ് പുല്ല്. അയ്യോ ഇത് എന്തോ ഒരു അവസ്ഥയാണ് നോക്കണേ. എടാളിയാ ഏതോ ഒരു നൂപൻ ഇങ്ങോട്ടേക്ക് ഗ്രാനേഡ് എറിഞ്ഞടാ. അതിൽ ഞാൻ നോക്കാവും ചെയ്ത്. എടാളിയാ ഞാനാണെങ്കിൽ ഒരു കില്ല് പോലും എടുത്തില്ലടാ. ഇങ്ങനെയാണെങ്കിൽ മൊത്തം മൈനസ് അടിക്കുന്ന എനിക്ക് തോന്നുന്നേ. ഇവരെന്താ മിണ്ടത്തെ? എടാളിയാ പുല്ല് ചത്തല്ലോ. ഇനി ഹാക്കർ മാത്രമേ ഉള്ളൂ, അവൻ എന്തോ അലത്താനാ. എന്റെ അമ്മ ഏടാളിയാ, നീ അങ്ങനെ കളി ജയിപ്പിച്ച് കളഞ്ഞല്ലോ. നീ ഇത്രയും വലിയ ഹാക്കറാണെന്നൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ. ആടളിയാ സത്യം, ഞാനും ഒരിക്കലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതെന്താ എയറിൽ നിന്നിട്ടാണല്ലോ മൊത്തം അടി. ആടളിയാ സംഭവം എന്തായാലും പൊളിച്ച്. നീ മുന്നേ ഹാക്ക് ചെയ്തിട്ടാണോ കളിക്കുന്നത് സ്റ്റാർട്ടിങ് തൊട്ട്? അല്ല ഏട്ടാ, ഞാൻ ഈ ഹാക്ക് കയറ്റാൻ തന്നെ ഒരു കാരണമുണ്ട് ഏട്ടാ. ഞാൻ ഒരിക്കലും ഹാക്കിനെ പ്രൊമോട്ട് ചെയ്തില്ല ഏട്ടാ. എനിക്ക് ഇഷ്ടമല്ല ഹാക്ക് കയറ്റി കളിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ തുടങ്ങാൻ ഒരു കാരണമുണ്ട് ചേട്ടാ. അതെന്താടാ? ഫ്ലാഷ് ബാക്കോ? എന്താ കാര്യം പറ. ആ ചേട്ടാ ഞാൻ പറയാം. ഇതെന്ത് ബാനോ? ബാൻ കിട്ടിയോ എന്റെ അക്കൗണ്ടിന്? ചേട്ടാ ഇത് ബാൻ കിട്ടിയതാണല്ലോ. ഞാനതിന് എന്റെ അക്കൗണ്ടിൽ ഒന്നും ആക്കിയിട്ടില്ലല്ലോ. ചേട്ടാ ചതിച്ചോ എന്റെ അക്കൗണ്ട്? ചേട്ടാ എത്ര നോക്കിയിട്ട് ലോഗിൻ ആക്കാനും പറ്റുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ചേട്ടാ ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ അക്കൗണ്ടാ. A few moments later. ചേട്ടാ എന്റെ ആകെയുള്ളൊരു അക്കൗണ്ട് ആയിരുന്നു അത്. ഞാൻ കളിച്ചുണ്ടാക്കി ടോപ്പ് ഒക്കെ ചെയ്തുണ്ടാക്കിയ അക്കൗണ്ടാ, അതും പോയല്ലോ. ഞാനാണെങ്കിൽ അതില് ഗ്ലിച്ച് ഫയലോ ഹാക്കോ ഒന്നും കയറ്റിയിട്ടുമില്ല. പിന്നെന്തിനാ കരയാനാ ആ അക്കൗണ്ട് ബാൻ ആക്കി കളഞ്ഞത്? ചേട്ടാ ഇനി ഇത് ആരോട് പറയാനാ? ഇതിനി ഒരു മാർഗം ഉണ്ടാകത്തില്ല. ഗരേനയല്ലേ ആ അക്കൗണ്ട് ബാൻ ആക്കി കളഞ്ഞിരിക്കുന്നത്. എന്നാലും ഇത് വല്ലാത്ത കഷ്ടായി പോയി ഗരേന. ഞാനാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ഹാക്ക് എങ്കിലും കയറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും പറയാം. അതുപോലും ഞാൻ കയറ്റിയിട്ടില്ല. അവന്മാര് തന്നെ നമ്മളെ വെച്ച് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവന്മാര് തന്നെ നമ്മുടെ അക്കൗണ്ട് ബാൻ ആക്കിയിട്ടും കളയുന്നു. ചേട്ടാ ഇതിപ്പോ ഞാൻ ആരോടോ ഒന്ന് പറയാം. ഫ്രണ്ട് ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടാ ഇതിലൊന്നും അറിയുന്ന ആരും കാണുന്നില്ലല്ലോ. സോറോ ഇവൻ ഇതില് ഫ്രണ്ട് ആണോ? എന്തായാലും ഇൻവൈറ്റ് ചെയ്ത് നോക്കട്ടെ. ജോയിൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, എടുത്താ മതിയായിരുന്നു. ബ്രോ ഏതാണ് ഈ നൂബനൊക്കെ? നീ എന്തിനാ ഇവരൊക്കെ പിടിച്ച് കയറ്റുന്ന ഗ്രൂപ്പില്? ഏടാളിയാ എനിക്ക് അറിയത്തില്ലടാ, എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതാ. ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടപ്പോ ഞാൻ എടുത്തതാണ്. ഓ അത് ശരി. എടാളിയാ എന്നാ പിന്നെ അവനെ കിക്ക് അടിച്ച് കളഞ്ഞേക്ക്. ശരി. ഏതാളിയാ കിക്ക് അടിക്കലടാ, കിക്ക് അടിക്കല്ലേ? ഞാനാ ഇത്. നീയോ? നീ എന്താ ഈ നൂബ് അക്കൗണ്ടില്? ഏടാളിയാ എന്റെ അക്കൗണ്ട് ബാൻ ആയി പോയടാ. ഞാനാണ് ഒന്നും ചെയ്തില്ല. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുന്നില്ലടാ. ബാൻ ആയി പോവാനോ? എടാളിയാ അത് നീ എന്താ ചെയ്തത്? ഏടാ ബ്രോ അതാ ഞാൻ പറയുന്നേ, ഞാൻ ഒന്നും ആക്കിയില്ലടാ. ചുമ്മാ കരയാൻ എന്റെ അക്കൗണ്ട് ബാൻ ആക്കി കളഞ്ഞു. ബ്രോ ഇവ ഹാക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടടാ. അതാ ഇവന്റെ അക്കൗണ്ട് ബാൻ ആയത്. എന്റെ കൂടെ കളിക്കുമ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു. കാരണം ഇല്ലേ അടിക്കുന്നത് ഫുള്ള് ഹെഡ് ഷോട്ട് ആയിരുന്നടാ. ഇത് ഹാക്ക് തന്നെയാണ്, ഉറപ്പാണ്. ഓ അത് ശരി. അപ്പൊ ഹാക്ക് ഉപയോഗിച്ചിട്ടാണോടാ ബാൻ ആയത്? എന്നാ പിന്നെ നന്നായി. നിന്നെപ്പോലുള്ളമാരെ കൂടിയാ ഹാക്കൊക്കെ കേട്ടിട്ട് ഈ ഗെയിം നശിപ്പിക്കുന്നത്. എന്തായാലും നന്നായടാ. അക്കൗണ്ട് പോയെങ്കിലേ നല്ല കാര്യായി. അവിടെ മോങ്ങിക്കൊണ്ടിരുന്നോ, നമുക്കൊന്നും അറിയത്തില്ല. എടാളിയാ കിക്ക് അടിച്ച് കളയടാ അവനൊക്കെ. സ്വന്തമായിട്ട് ഒരു സ്കില്ലില്ലാതെ ഹാക്ക് ഉപയോഗിച്ച് നാണന്മാരില്ലാതെ കളിക്കുന്നവൻ. ഞാനൊക്കെ എന്റെ സ്വന്തം സ്കില്ല് ഉപയോഗിച്ചാ ഇവന്റെ കൂടെ കളിച്ചത്. എടാളിയാ കിക്ക് അടിച്ച് കളയടാ അവനെ. ആടളിയാ കിക്ക് അടിക്കാൻ പോവാ. ചേടാ അവന്മാരെന്നെ കിക്ക് അടിച്ച് കളഞ്ഞല്ലോ. അവന്മാർ ഇപ്പോഴും കരുതിയിരിക്കുന്നത് ഞാൻ ഹാക്ക് ഉപയോഗിച്ച് കളിച്ചെന്നാ. ഞാൻ ഈ സത്യം ആരോട് പറയാനാ? ഞാനാണെങ്കിൽ ഒന്നും ചെയ്തില്ല. അല്ലാതെയല്ല എന്റെ അക്കൗണ്ട് ബാൻ ആക്കി കളഞ്ഞത്. ഈ ഗരേന കാരണം എന്റെ അക്കൗണ്ടും പോയി, എന്റെ ഫ്രണ്ട്സും പോയല്ലോ. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇതിന് ഞാൻ ഒരു തിരിച്ചടി കൊടുത്തിരിക്കും. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.